പ്രാണപ്രിയ പ്രാണപ്രിയ ചങ്കിലെ ചോര വീണ്ടെടുത്തവനെ വീണ്ടെടുപ്പുകാരാ. പ്രാണപ്രിയ പ്രാണപ്രിയ ചങ്കിലെ ചോര വീണ്ടെടുത്തവനെ വീണ്ടെടുപ്പുകാരാ. പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോര എന്നെയും വീണ്ടെടുത്തു. പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോര എന്നെയും വീണ്ടെടുത്തു. നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്റെ ദയയല്ലയോ എന്നെ നടത്തിയത്. ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്റെ ദയയല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാ കൃപയാ ദൈവകൃപയാ നിത്യദയം ദയയാ ദയയാ നിത്യദയയാ. പ്രാണപ്രിയ പ്രാണപ്രിയ ചങ്കിലെ ചോര തന്നെ വീണ്ടെടുത്തവനെ വീണ്ടെടുപ്പുകാരാ. പ്രാണപ്രിയ പ്രാണപ്രിയ ചങ്കിലെ ചോര തന്നെ വീണ്ടെടുത്തവനെ വീണ്ടെടുപ്പുകാരാ. പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോര എന്നെയും വീണ്ടെടുത്തു. പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോര എന്നെയും വീണ്ടെടുത്തു. നന്ദി യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്റെ ദയയല്ലയോ എന്നെ നടത്തിയത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. പിതാവേ ആരാധന ശ്രീ ആരാധന ആരോഗ്യത്തെ സമർപ്പിച്ച് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആഴമായിട്ടുള്ള വചന ബോധ്യങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പോകുകയാണ്. എൻ്റെ മക്കളെ, വളരെ ദൈവം നിറഞ്ഞു നിൽക്കുന്ന ദൈവ കൃപ നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. നിങ്ങൾ ഒരു കാര്യത്തിൽ ആവശ്യമില്ലാത്ത ഉത്കണ്ഠപ്പെടരുത്. കടമായാലും രോഗമായാലും ഇതിനെല്ലാത്തിനും അതിജീവിക്കും. 10,000-കണക്കിന് മനുഷ്യരെ മുട്ടുകുത്തി പ്രാർത്ഥിച്ച സ്ഥലം, ലക്ഷക്കണക്കിന് മനുഷ്യർ സാക്ഷ്യം പറഞ്ഞ ഒരിടം,
മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇടത്തിലാണ് നിന്റെ കണ്ണീരിൻ്റെ കാലത്ത് കർത്താവ് നിന്നെയും കൊണ്ടുവന്നിരിക്കുന്നത്. ദൈവവേദലെ നീ അച്ഛൻ പറഞ്ഞതുപോലെ വചനങ്ങൾ കേട്ട് ഉടമ്പടി അനുസരിച്ച് ജീവിച്ച് ദൈവത്തിനെ നമ്മെ പക്ഷത്താക്കിക്കൊണ്ട് മാതാവിൻ്റെ കൂടെയാണ് ഈ ഉടമ്പടി സഞ്ചാരം. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, അമ്മയോട് കൂടെ ഈ ഉടമ്പടി സഞ്ചാരത്തിനായി ഉടമ്പടി ജീവിതത്തിനായി എന്നെ ക്ഷണിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. കർത്താവേ, ഉടമ്പടി ധ്യാനത്തില് തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നവര് അങ്ങ് വെറും കൈയോടെ പറഞ്ഞയക്കുകയില്ലെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഈ ധ്യാനം അങ്ങയുടെ മക്കള് ഓൺലൈനായി കൂടുന്നവരെയും അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രത്യേകം അനുഗ്രഹിക്കണമെന്ന് അവരെല്ലാവരെയും അങ്ങ് സാക്ഷികളായി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നന്നായി ആരാധിക്കാൻ, നന്നായി പ്രാർത്ഥിക്കാൻ, അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ശ്രദ്ധിക്കട്ടെ. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും ബലഹീനതയിൽ ബലമേകി ബലവായോരു നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവായോരു നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, സന്തോഷത്തോടെ രോഗികളായിട്ടുള്ളവര് രോഗമുള്ളിടത്ത് അവിടെ കൈകൾ വെക്കുക. ആ കൈകളെ കർത്താവിൻ്റെ തിരുമുറുപാടുന്ന വലത് കര നിങ്ങളുടെ കൈകളോട് ചേർത്ത് വെക്കാൻ അച്ഛനും അമ്മയുടെ മധ്യസ്ഥത്തിലെ ഈശോനോട് പ്രാർത്ഥിക്കുന്ന സമയമാണ്. കിഡ്നി രോഗികള് കിഡ്നിയുടെ പല സ്ഥലങ്ങളിൽ നടുവിലെ കൈകൾ വെക്കുക. നെഞ്ചരിച്ചുള്ളവര് കരരോഗികളൊക്കെ നെഞ്ചിൻ്റെ കൂടിന് കൈകൾ വെക്കുക. ശ്വാസകോശ രോഗികളെ നെഞ്ചിൽ കൈകൾ വെക്കുക. സ്പോണ്ടിലോസ് രോഗികള്, തൈറോയ്ഡ് രോഗികളൊക്കെ കഴുത്തിൽ കൈകൾ വെക്കുക. മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക, കർത്താവേ, എൻ്റെ ഈ കൈ നിൻ്റെ കൈയായി മാറ്റണമേ. എൻ്റെ കൈകൾ അതാത് രോഗങ്ങളുള്ളവര് രോഗങ്ങളുടെ ഇടത്ത് യേശുവിൻ്റെ നാമത്തിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കേണ്ടത് ഇതാണ്, കർത്താവേ, എൻ്റെ ഈ കൈകളെ ആണിപ്പഴുതാർന്ന നിൻ്റെ കൈകളായി മാറ്റണമേ. രക്തസ്രാവ രോഗമുള്ളവരുണ്ട്, പിസ്തുല രോഗികളുണ്ട്, PCOD രോഗികളുണ്ട്. അടിവയറ്റിലൊരു കൈകൾ വെച്ച് പ്രാർത്ഥിക്കണം. അവർ പറയണം കർത്താവിനോട്, കണ്ണീരോടെ പറയണം, കർത്താവേ, ഈ അനുഗ്രഹത്തിൻ്റെ ഈ നിമിഷം പരിശുദ്ധമ്മ ദേവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ കർത്താവിൻ്റെ പരിശുദ്ധമായ ദിവസം ഞായറാഴ്ച അതിരാവിലെ വന്ന് പ്രാർത്ഥിക്കുവാനും സ്തുതിക്കുവാനും നിന്റെ പുനരുദ്ധാനത്തെ മഹോത്സവത്തെ വാഴ്ത്തി പാടുവാനും ഞങ്ങളെ പ്രത്യേകം ക്ഷണിച്ചതിന് നന്ദി പറയുന്നു കർത്താവേ. അടിപ്പിണർ പോലെ, വൈദ്യുത ആഘാതം പോലെ ദൈവികമായ ശക്തികൾ
നിങ്ങൾ കൈവച്ച ഇടത്തേക്ക് പ്രവേശിക്കട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, മഹത്വം, 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 പെട്ടുകൊണ്ട് അങ്ങയുടെ നാമത്തെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. യേശുവേ, നന്ദി, മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പേര് നിഷാദ്. ഞാൻ എറണാകുളം ജില്ലയിലെ എളമക്കര എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 29/9/2024 ഇപ്പോൾ എൻ്റെ 5ാമത്തെ ഉടമ്പടിയിലാണ്. ഇതിനു മുൻപ് ഒരു സാക്ഷ്യം പറയാൻ അമ്മ മാതാവ് ഈശോയിലൂടെ എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് സാക്ഷ്യം പറയാൻ ഇതുപോലെ ഞങ്ങൾ ഒരുക്കിയതിനും ഈ നിമിഷം ഇതുപോലെ സാക്ഷ്യം പറയാൻ ഈ പുണ്യ അൾത്താരയിൽ നിൽക്കുവാനുള്ള വലിയ കൃപ ലഭിച്ചതിനും അമ്മ മാതാവിനും ഈശോയിനും കോടാനുകോടി നന്ദി പറയുന്നു. ഇതിനു മുമ്പ് പറഞ്ഞ സാക്ഷ്യം പോലെ തന്നെ ഉടമ്പടിയിൽ വെച്ചിട്ടില്ലാത്ത നിയോഗത്തിലാണ് എനിക്ക് സാക്ഷ്യപ്പെടുത്താനുള്ളത്. പക്ഷേ അത് ഉടമ്പടിയിലൂടെ തന്നെ ഞങ്ങൾ ചോദിക്കാതെ തന്നെ അമ്മ തന്ന ഏറ്റവും വലിയ കൃപയാണ്, ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഇതിനു മുന്നേ ഞാൻ പറഞ്ഞ ഞങ്ങളുടെ രോഗസൗഖ്യ സാക്ഷ്യം ഇപ്പോൾ എനിക്ക് പറയാനുള്ളതും അതുപോലെ തന്നെയുള്ള സാക്ഷ്യമാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത പക്ഷേ ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ കാര്യം അമ്മ നൽകി. ഞാനിവിടെ ഉടമ്പടി എടുത്തത് തന്നെ ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നപ്പോഴാണ്. ആ സമയത്ത് വന്ന് ഉടമ്പടി എടുത്തപ്പോൾ വെച്ച നിയോഗം തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളുമാണ്. പക്ഷേ ഒരു ജോലിയോ മറ്റോ ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല, രോഗസൗഖ്യം ചോദിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് അന്ന് രോഗസൗഖ്യം തന്ന് ഈ നിമിഷം വരെ ഞങ്ങളെ പൊന്നുപോലെ അമ്മ മാതാവ് പരിപാലിച്ചു കൊണ്ടുപോകുന്നു. ഈ നിമിഷം ദൈവമേ, ഞാൻ ഏറ്റവും കൂടുതൽ അമ്മയോട് നന്ദിയുള്ള മകളായിട്ട് നിൽക്കുകയാണ്. കാരണം ഞാൻ 18 വർഷം മുമ്പ് ഉപേക്ഷിച്ച എൻ്റെ കരിയർ, ഞാനൊരു MLT മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യനാണ് ആയിരുന്നു അന്ന്. ഇപ്പോൾ വീണ്ടും ഈ 18 വർഷത്തിന് ശേഷം ഞാൻ മറന്നുപോയി, ഞാൻ ഉപേക്ഷിച്ച് വിട്ട എൻ്റെ ഒരു ജീവിതം തിരികെ കിട്ടിയ പോലെ ഈ 4.5 മാസമായിട്ട് ഞാനിപ്പോൾ വീണ്ടും ഒരു ലാബ് ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നു. അത് ഏറ്റവും കൂടുതൽ എനിക്ക് നന്ദി പറയാനുള്ളത് എൻ്റെ അമ്മ മാതാവ് വഴി ഈശോയോടാണ്. അമ്മയിലൂടെ ഈശോ തന്ന അനുഗ്രഹമായിട്ട് എനിക്കത് ബോധ്യപ്പെട്ടു. കാരണം എനിക്ക് ഈ ഒരു അവസരം വന്ന ഞാൻ എൻ്റെ ബർത്ത്ഡേയുടെ സമയത്താണ് ഞാൻ അമ്മയോട് എനിക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് തരണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് ഗിഫ്റ്റാണെന്നൊന്നും എനിക്ക് ആ സമയത്ത് മനസ്സിലായില്ല. ആ ഒരു ടൈമിലാണ് എനിക്ക് ഇതുപോലെ ലാബിലേക്കുള്ള ഒരു വേക്കൻസി ഉണ്ട്, ബയോഡേറ്റ കൊടുക്കാനായിട്ട് ആവശ്യപ്പെട്ട് എൻ്റെ എൻ്റെ വൈഫ് അനിയത്തി വഴിയാണ് അവിടെ ആ ലാബിലെ ഇൻചാർജ് അവളുടെ ഫ്രണ്ടായിരുന്നു. അപ്പോൾ അതുവഴിയാണ് ആ ഒരു ഇത് വന്നതെങ്കിലും എനിക്കൊട്ടും തന്നെ ധൈര്യമില്ലായിരുന്നു. കാരണം ഇത്രയും നാൾ ഗ്യാപ്പ്, 18 വർഷത്തെ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു സ്ഥലത്തും ജോലിക്ക് അതുപോലെ ഈ മെഡിക്കൽ ഫീൽഡിൽ കിട്ടാൻ യാതൊരുവിധ സാധ്യതയില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചു, അമ്മേ, എനിക്കിത് അമ്മ തന്നതാണെങ്കിൽ എനിക്ക് കുറേയൊക്കെ ഈ ഒരു ഫീൽഡിനോട് ആ ഒരു ഇഷ്ടവും ഇതും ഒക്കെ പോയിരുന്നു. കാരണം ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് പോലും മറന്നുപോയി, ഇങ്ങനെ ഒരു കാര്യം പഠിച്ചിട്ടുണ്ടെന്നുള്ളത് പോലും മറന്നിരിക്കുന്ന സമയമായിരുന്നു. മാതാവിനോട് ചോദിച്ച പ്രകാരം എനിക്ക് അടയാളങ്ങൾ കിട്ടി. കാരണം ഞാൻ ഇത്രയും ഗ്യാപ്പായിട്ട് ചെല്ലുമ്പോൾ തിരിച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അത് ഫെയിലായി പോരാൻ ഒരിക്കലും അമ്മ എനിക്ക് ഇടയാക്കരുത്. എനിക്ക് അമ്മ ഒരു അടയാളം തന്നെ. കാരണം ഇത് അമ്മ വഴിയാണെങ്കിൽ മാത്രമേ എനിക്ക് തുടർന്ന് അതിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ കയറിയതുപോലെ തന്നെ തിരിച്ച് എനിക്കൊന്നും ചെയ്യാൻ പറ്റാതെ ഇറങ്ങേണ്ടി വരുമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അതും പ്രകാരം അവിടുത്തെ ഒരിക്കലും കണ്ടുമുട്ടാൻ സാധ്യതയില്ലാത്ത ഇൻചാർജ്, ലാബിൽ ഇൻചാർജ് മാലിനി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ ഞങ്ങൾ തമ്മിൽ പുറത്ത് അപ്രതീക്ഷിതമായി കാണുകയും ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ ഇന്ന പോലെ എനിക്ക് ഗ്യാപ്പുണ്ട്, എനിക്ക് ഒന്നും ചെയ്യാനല്ല, ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞപ്പോൾ ധൈര്യം തരികയും കുഴപ്പമില്ല ഞാനുണ്ടല്ലോ വാ എന്ന് പറഞ്ഞെന്നെ വിളിക്കുകയും ഞാൻ അവിടെ ചെല്ലാനും എനിക്ക് അപ്പോഴാണ് അവിടെ മാലിനി ഉടമ്പടി എടുത്തതാണ്. അതുപോലെ അവിടെയുള്ള സീനിയറായിട്ടുള്ള ചേച്ചി ഉടമ്പടി എടുത്തതാണ്, ജസ്റ്റ് ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചി അത് ഉടമ്പടിയിലേക്കാണ്. അതുവഴി ഉടമ്പടിയിലൊരു കൂട്ടായ്മ അവിടെ ഉണ്ടാകാൻ വേണ്ടിയാണ് അമ്മേനെ വിളിച്ചതെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. അവിടെയുള്ള ആ ലാബിൽ ഇപ്പം ഞാൻ 4.5 മാസമായിട്ട് വർക്ക് ചെയ്യുന്നു. ഏറ്റവും സന്തോഷത്തോടുകൂടി എനിക്ക് ചെയ്യാൻ എന്താണോ പറ്റില്ല എന്ന് വിചാരിച്ചത് അത് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അമ്മ എൻ്റെ കൈ പിടിച്ചു. എല്ലാ ദിവസവും ഞാൻ അവിടെ കയറുമ്പോൾ ഉപ്പിട്ട് വിശുദ്ധ തൈലം പുരട്ടി പ്രാർത്ഥിച്ച് അവിടെയുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. അവിടെ പാലിയേറ്റീവ് കെയറിൽ എനിക്ക്
ആ കൂട്ടത്തിൽ അസിസ്റ്ററിൻ്റെ കൂടെ ആ സിസ്റ്ററും ഉടമ്പടി എടുത്തതാണ്. മേരി സിസ്റ്റർ, മാതാവിൻ്റെ പേരുള്ള സിസ്റ്ററാണ്. സിസ്റ്ററുടെ കൂടെ ഞാൻ പാലിയേറ്റീവ് കെയറിലും എനിക്ക് പോകാൻ പറ്റാറുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എന്നെ കൊണ്ടുപോകുന്നത് ഞാൻ ഉദ്ദേശിക്കാത്തൊരു വഴിയിലൂടെയാണ്. ഒരിക്കലും ഞാൻ തിരിച്ച് ഇതിലേക്ക് പോകുമെന്ന് ചിന്തിക്കാത്തൊരു കാര്യത്തിലേക്കാണ് അമ്മ എന്നെ കൊണ്ടുപോകുന്നത്. ഏറ്റവും സന്തോഷത്തോടു കൂടി ഇപ്പോൾ 4.5 മാസമായിട്ട് ഞാൻ അതിൽ വർക്ക് ചെയ്ത് പോരുന്നു. അപ്പോൾ എന്നെ ഈ ഏറ്റവും സന്തോഷത്തോടു കൂടി ഒരിക്കലും ചെയ്യാൻ പറ്റില്ല എന്ന കാര്യം ചെയ്യാൻ അനുവദിച്ച അമ്മയ്ക്ക്, അതുപോലെ അവിടെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് എനിക്ക്. എന്നെ ഒരു ചെറിയൊരു കൊച്ചിനെ പോലെ എന്ന പോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനും ഏറ്റവും സന്തോഷത്തോടെ സമാധാനത്തോടെ ജോലി ചെയ്യാൻ എനിക്ക് സാധിക്കുന്നു. കാരണം ഞാൻ ഒരു സ്ഥലത്തും കുറച്ച് നാളിലപ്പുറം തുടർന്ന് പോകുമെന്ന് എൻ്റെ വീട്ടുകാർക്ക് പേടിയുണ്ടായിരുന്നതാണ്. എപ്പോഴും അവിടെ കയറിയ സമയം തൊട്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും സന്തോഷത്തോടെ 4.5 മാസം പൂർത്തിയാക്കാൻ അമ്മ അനുവദിച്ചതിനോർത്ത് കോടാനുകോടി നന്ദി പറയുന്നു. അവിടെയുള്ള എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അവർക്ക് ഉടമ്പടിയിലൂടെ ഒത്തിരി വിശ്വാസമാണ്, അവർക്ക് ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ തന്നെ വർക്ക് ചെയ്യുന്ന സിനി ചേച്ചിയുടെ മരുമകൻ പുറത്തേക്ക് പോകാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് എന്നോട് പറഞ്ഞു. നീ മാതാവിൻ്റെ ആളല്ലേ, നീ പ്രാർത്ഥിച്ചാൽ കേൾക്കുമെന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞതിന് പ്രകാരം ഞാൻ ജപമാല റാലിയിൽ പങ്കെടുത്തപ്പോൾ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ആ ചേച്ചിയുടെ മരുമകന് അതുപോലെ അത് കഴിഞ്ഞ് 1-2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും വിദേശത്തേക്ക് പോകാൻ പറ്റി. അതെന്നെ അവരോട് സന്തോഷത്തോടെ പറയുക, അവരിവിടെ വന്ന് നന്ദി പറഞ്ഞു പോവുകയും ചെയ്തു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നുണ്ട്. രണ്ടാമതായി എനിക്ക് പറയാനുള്ളത്, ഇതെൻ്റെ 2 മക്കളാണ്. മൂത്തയാൾ ശ്രീഭദ്ര, രണ്ടാമത്തെ ആൾ ശ്രീയ. ഇവർ 2 പേരുടെ സാക്ഷ്യം ഞാൻ ഇതിന് മുന്നേ രോഗസൗഖ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ശ്രീഭദ്രയുടെ ഒരു രോഗസൗഖ്യം കൂടെ എനിക്ക് പറയാനുണ്ട്. അവൾക്ക് ഞങ്ങൾ ഉടമ്പടി എടുത്ത് 1 മാസം കഴിഞ്ഞ ടൈമാണ്. ആ സമയത്ത് ചെവിയിലൊരു ഇൻഫെക്ഷൻ വരികയും അത് ഡോക്ടറെ കാണിച്ചപ്പോൾ അത് ഇയർ ഡ്രമ്മുമായിട്ട് ബെൻഡായി, അങ്ങനെയുള്ള ചെറിയ പ്രശ്നമാണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അത് ഒരു പ്രൊസീജിയറിലൂടെ ചെയ്യാൻ പറ്റുള്ളൂ, നോർമലായിട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയും അത് ആ രീതിയിൽ ഡോക്ടർ ചെയ്യുകയും ചെയ്തു. പക്ഷെ ഇതൊന്നുമല്ലാതെ അവൾ കണ്ടിന്യൂസ് ആയിട്ട് തലവേദന ഉണ്ടാകുമായിരുന്നു, എപ്പോഴും തലവേദന ഉണ്ടാകുമായിരുന്നു. അത് കണ്ണിൻ്റെ പ്രശ്നമാണെന്ന് കരുതി അവൾക്ക് കണ്ണടയൊക്കെ വെച്ചിട്ടുള്ളതാണ്. അവളൊരു 9th സ്റ്റാൻഡേർഡ് മുതൽ കോവിഡ് കഴിഞ്ഞ് കോവിഡിന് ശേഷം അവൾക്ക് കണ്ണട വെക്കേണ്ടി വന്നു. അതിനൊക്കെ ശേഷം തലവേദന എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകും ആൾക്ക്. അപ്പോൾ അവൾക്ക് വേണ്ടി ഞാൻ നിരന്തരം ഉടമ്പടിയിലൂടെ പ്രാർത്ഥിക്കുമായിരുന്നു. അതിൽ പ്രകാരം ഒരു ദിവസം രാവിലെ ഞാൻ ഇവളുടെ റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ കാണുന്നത് ഇവളുടെ ചെവിയിലൂടെ ഒത്തിരി ഒരു ഫ്ലൂയിഡ് പോലെ ഇവളുടെ ചെവിയിൽ നിന്ന് ഇങ്ങനെ കണ്ടിന്യൂസ് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അതിൽ ബ്ലഡിൻ്റെ അംശവും ഉണ്ട്. ഇങ്ങനെ ഫ്ലൂയിഡ് പില്ലോയും ബെഡും നനയുന്ന രീതിയിൽ അത്രത്തോളം ഒരു ബക്കറ്റിൽ എന്തോരം ആ രീതിയിലുണ്ടെന്ന് വേണം പറയാൻ. കാരണം ബെഡും നനഞ്ഞു, പില്ലോ നനഞ്ഞു, ആകെ നമ്മൾ പേടിപ്പിക്കുന്ന രീതി. പക്ഷെ അത് ഡോക്ടറിനെ കണ്ടപ്പോൾ അത് ചെവിയിൽ ഇൻഫെക്ഷൻ അല്ല, വേറെ എന്തോ പ്രശ്നമാണ്, നിങ്ങൾ വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ഡോക്ടറിനെ കാണിക്കണം, ന്യൂറോ ആരെങ്കിലും കാണിക്കണം എന്നാ ഡോക്ടർ റെക്കമെൻഡ് ചെയ്തു. പക്ഷേ ഞാൻ മാതാവിനോടാണ് പ്രാർത്ഥിച്ചത്. പക്ഷേ അവൾക്ക് അന്ന് അവിടെ അമ്മ ചെയ്തത് വലിയൊരു സർജറിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എനിക്ക് പ്രാർത്ഥനയിലൂടെ അവളുടെ ഒരു പിക്ചർ അമ്മ കാണിച്ചു തന്നു. അവളിങ്ങനെ അനങ്ങാൻ പറ്റാത്ത രീതിയിൽ കിടക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ആ ഒരവസ്ഥയിൽ നിന്നും അമ്മയാണ് തലേ ദിവസം ഞാൻ ഇവളുടെ റൂമിലേക്ക് പോകാൻ ചിന്തിച്ചപ്പോൾ അവിടെ അമ്മയുണ്ട്. അമ്മയുടെ ഒരു പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്തു. അമ്മയെ കാണുവാൻ ധൈര്യമുണ്ടെങ്കിൽ, പേടിക്കാതെ കാണുവാൻ പറ്റുമെങ്കിൽ മാത്രം ആ മുറിയിലേക്ക് പോയാൽ മതി എന്നെൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്ന പോലെ ഞാൻ ആ മുറിയിലേക്ക് പെട്ടെന്ന് പോയില്ല. പിറ്റേ ദിവസമാണ് ഇങ്ങനെ ഈ ഫ്ലൂയിഡ് വന്നത്. പക്ഷേ അതിനുശേഷം ഇന്ന് വരെ അവൾക്ക് തലവേദന ഉണ്ടായിട്ടില്ല. അമ്മ അത് അവൾക്ക് കൊടുത്ത രോഗസൗഖ്യമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാനത് ഇതിന് മുന്നത്തെ സാക്ഷ്യത്തിൽ അന്ന് പറഞ്ഞ സാക്ഷ്യത്തിൽ പറയേണ്ടതായിരുന്നു. അത് വിട്ടുപോയത് കൊണ്ട് തന്നെ എന്നെ വീണ്ടും വീണ്ടും അമ്മ ഇത് ഓർപ്പിക്കുമായിരുന്നു, സാക്ഷ്യം പറയുമ്പോൾ ഇത് പറയണമെന്ന്. അതുപോലെ തന്നെ പിന്നെ എനിക്ക് പറയാനുള്ള എൻ്റെ മകളുടെ തന്നെ അനുഭവമാണ്. അവൾക്ക് ഈ ഒരു പ്രശ്നങ്ങൾ രോഗങ്ങളും കാര്യങ്ങളും ഉണ്ടായ സമയത്ത് +1 ആയിരുന്നപ്പോൾ ഇവൾ പ്രൊഫഷൻസി
എന്ന് പറഞ്ഞ് ഇവർക്കൊരു അവാർഡുണ്ട്. അതിനുവേണ്ടി ഇവൾ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. ആ സമയത്ത് ഇവൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റാതിരുന്നതുകൊണ്ട് ആ ഒരു ടോപ്പറായിട്ടുള്ള ആ ഒരു അവാർഡ് അവൾക്ക് കിട്ടിയില്ല +1. അപ്പോൾ അവൾക്ക് അതൊരു ഭയങ്കരമായിട്ട് മാനസികമായി ഒത്തിരി വിഷമം ഉണ്ടാക്കിയതാണ് ഞാൻ. അപ്പോൾ അത് നിയോഗമായിട്ടൊന്നും വെച്ചില്ലെങ്കിൽ പോലും എൻ്റെ മനസ്സിൽ പ്രാർത്ഥന ഉണ്ടായി, അമ്മേ അവൾ ആഗ്രഹിച്ചതാണ്, അവൾക്ക് അമ്മ കൂടെ ഉണ്ടെന്നൊരു ബോധ്യം കൊടുക്കുവാൻ, അവളുടെ കൂടെ അമ്മ ഉണ്ടെന്ന് മനസ്സിലാക്കി കൊടുക്കുവാനും വേണ്ടി അവൾക്ക് എക്സാം എല്ലാം അറ്റൻഡ് ചെയ്യാനും ഈ പ്രാവശ്യം ആ അവാർഡ് അവൾക്ക് കിട്ടുവാനിടയാകണമെന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചിരുന്നു. അവൾ ഉടമ്പടി പ്രാർത്ഥനകളിലും സായന പ്രാർത്ഥനകളിലും പ്രത്യക്ഷീകരണ പ്രാർത്ഥനകളിലും പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിൽ ആ പ്രാർത്ഥന ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ ഈ പ്രാവശ്യം പ്രൊഫഷൻസിയുടെ അവാർഡ് കിട്ടുവാനും അമ്മ മാതാവ് അനുഗ്രഹിച്ചതിനോർത്ത് നന്ദി പറയുന്നു. എൻ്റെ കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ആഴ്ചയിലും ജനറൽ ഹോസ്പിറ്റൽ ക്യാൻസർ വാർഡിൽ പോകാറുണ്ട്. അവിടുത്തെ ഓരോ രോഗികളെയും സമയമെടുത്ത് കണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആ ഒരു 4:30-5 മണിക്ക് ആ വാർഡിലേക്ക് കയറിയാൽ ഒരു 7:30 ആകുമ്പോഴാണ് അവിടെ നിന്ന് തിരിച്ചിറങ്ങുന്നത്. അതുപോലെ സമയമെടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവർക്ക് അമ്മ പറഞ്ഞ എണ്ണം മാത്രം ആദ്യം 15 പൊതി ഭക്ഷണം കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ അവിടെ ആൾക്കാർക്ക് തികയാതെ വന്നു. വീണ്ടും അതൊരു 20 ആക്കി. അപ്പോഴും അമ്മ ഒരു സംഖ്യ പ്രാർത്ഥിച്ച് എനിക്കൊരു സംഖ്യ പറഞ്ഞു തരണമെന്ന്. അങ്ങനെ 27 പൊതി കൊണ്ടുപോയപ്പോൾ അത് അവിടെ ധാരാളമാണ്. അവർക്ക് എല്ലാവർക്കും തികയാൻ എപ്പോഴും 27 പൊതി കൊണ്ടുപോകുമ്പോൾ അത് കൃത്യമായിരിക്കും. അവിടെ ആൾ കൂടുതലുണ്ടെങ്കിലും കുറവുണ്ടെങ്കിലും ആ 27 പൊതി അവിടെ കൃത്യമായിട്ട് കൊടുക്കാനായിട്ട് എല്ലാ ആഴ്ചയിലും സാധിച്ചു. അതിൽ ഈ കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് ഞങ്ങൾ പറഞ്ഞ് ഉടമ്പടി എടുത്തിട്ടുള്ള കുറച്ച് പേരുണ്ട്. അവർക്ക് ഇതുപോലെ കാരുണ്യപ്രവൃത്തി വരാൻ സമയമില്ല എന്ന് പറയുമ്പോൾ അവരതിലേക്ക് ഭക്ഷണം കൊടുക്കുവാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നും പറഞ്ഞ് സ്പോൺസർ ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് അങ്ങനെ ആ ഒരു കാരുണ്യപ്രവൃത്തി ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ട്. ഇപ്പം ഈ കഴിഞ്ഞൊരു മാസം അവിടെ ഭക്ഷണ പൊതി കൊണ്ടുപോകാനായിട്ട് കർശനമായിട്ടുള്ള വിലക്കുണ്ട്. അതുകൊണ്ട് ഈ ഒരു മാസത്തേക്ക് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഞാൻ അവിടെ പോകാൻ പറ്റാത്തപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് മാതാവ് എന്നെ അടുത്ത വഴിയിലേക്ക് വേറൊരു വഴി നമുക്ക് കാണിച്ചു തന്നെന്നുള്ളതാണ്. കാരണം ഞങ്ങൾ ഭക്ഷണവുമായിട്ട് വഴിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒത്തിരി പേര് വഴിയിലുണ്ട് ഭക്ഷണം ആവശ്യമുള്ള. അങ്ങനെയുള്ള മക്കൾക്ക് വണ്ടി എടുത്തിറങ്ങുമ്പോൾ കറങ്ങി ഭക്ഷണങ്ങൾ കൊടുത്തു വരാൻ സാധിക്കാറുണ്ട്. അതുപോലെ തന്നെ മാതൃഭവനത്തിൽ അമ്മമാരുടെ ഭവനത്തിൽ പോവാറുണ്ട്. എനിക്ക് എൻ്റെ ഈ ഒരു ജന്മം ഒന്നിനും ഉപകാരമില്ല, ആർക്കും ഒരു പ്രയോജനമില്ല എന്നൊക്കെ ചിന്തിച്ചിരുന്ന സമയങ്ങളുണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ആ അമ്മമാരുടെ അടുത്ത് ചെല്ലുമ്പോൾ ഒരാഴ്ച ഞാൻ മുടങ്ങിയാൽ വരാൻ പറ്റാതിരുന്നാൽ എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന അമ്മമാരാണ്. അവരുടെ പ്രാർത്ഥനയും സ്നേഹവും കാണുമ്പോൾ ഉടമ്പടിയൊക്കെ കുറേ നാൾ മുന്നേ എടുക്കേണ്ടതായിരുന്നു. ഇതെല്ലാം ഉടമ്പടി എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ജീവിത രീതിയാണ്. ദൈവം ഏറ്റവും കൂടുതൽ ദൈവസ്നേഹത്തിൽ നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നൊരു ജീവിത രീതിയാണെന്ന് ബോധ്യമായത് ഉടമ്പടിയിലൂടെയാണ്. ഇവിടെ വന്നപ്പോഴാണ്, അച്ഛൻ്റെ ക്ലാസ്സുകൾ കേട്ടതിലൂടെയാണ് ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന് മനസ്സിലായത്. ആ അമ്മമാരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർക്ക് വേറെ ഒന്നും വേണ്ട, അവർക്ക് നമ്മളുടെ പ്രാർത്ഥനയും നമ്മളൊരു കുറച്ച് നേരം അവരായിട്ട് സംസാരിച്ചിരിക്കലും അതൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് സന്തോഷമാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അവരുടെ ഇടയിലും രോഗസൗഖ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് രോഗസൗഖ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നോട് സന്തോഷത്തോടെ പറയും, മാതാവിൻ്റെ അടുത്ത് വരുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി മോള് പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ എനിക്ക് ഓരോ അസുഖങ്ങൾ മാറിക്കിട്ടിയതെന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എൻ്റെ നിയോഗങ്ങൾക്കല്ല, ഞാനിവിടെ വരുമ്പോൾ മാതാവിനോട് പറയുന്ന, അമ്മേ ഞാനിവിടെ മുട്ടുമേൽ നിന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ജപമാല ചൊല്ലാനാണ് വരുന്നത്, അതുകൊണ്ട് എന്നെ വരാൻ തടസ്സപ്പെടുത്തരുതെന്ന് പറയുന്നതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും തടസ്സപ്പെടുത്താതെ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ എല്ലാ മാസവും 1-ാം തീയതി തന്നെ വരാറുണ്ട്. ഇന്നിപ്പോൾ 2-ാം തീയതി ആയിപ്പോയത്. ഞങ്ങളുടെ കൂടെ ഞങ്ങൾ പറഞ്ഞു ഉടമ്പടി എടുപ്പിച്ച ഒരു ഫാമിലി ഉണ്ട്. അവർക്ക് പുതുക്കേണ്ടത് ഇന്നാണ്. അവർക്ക് ഇന്ന് വരാനായിട്ട് സൗകര്യമുള്ളത് കൊണ്ട് അവരും പിന്നെ മക്കളായിട്ട് വരാൻ വേണ്ടിയാണ് 2-ാം തീയതി. 1-ഓ 2-ഓ എന്നുള്ള അപ്പുറത്തേക്ക് ഒരിക്കലും ഇന്ന് വരെ മാറിപ്പോയിട്ടില്ല. തുടർച്ചയായിട്ട് അമ്മയുടെ സന്നിധിയിലേക്ക് വരുവാനും പത്രം എപ്പോഴും വാങ്ങിച്ചുകൊണ്ട് പോകാനും അതെല്ലാ മക്കൾക്കും
കൊടുക്കുവാനും നമ്മുടെ അനുഭവങ്ങൾ പറഞ്ഞ് തന്നെ സന്തോഷത്തോടെ കൊടുക്കുവാനും അത് ക്ഷമയോടെ കേട്ടിരിക്കുന്നതും അത് ഉടമ്പടിയുടെ വേണ്ട പത്രം വേണ്ട എന്ന് പറയുന്നവർ നമ്മുടെ അനുഭവം പത്രം വേണ്ടെങ്കിൽ മേടിക്കണ്ട, ഞങ്ങൾ പറയുന്ന ഒരു 2 മിനിറ്റ് കേൾക്കാവൂ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ നമ്മൾക്ക് സമയം തന്നെ ആൾക്കാർ പിന്നെ പത്രം മേടിച്ചിട്ടാണ് പോവാറുള്ളത്. അങ്ങനെ ഒത്തിരി പേര് ഉടമ്പടി മുടങ്ങിക്കിടക്കുന്ന ഒത്തിരി പേര് എനിക്ക് പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ട്. അവരെ കൊണ്ടൊക്കെ ഉടമ്പടി പുതുക്കി ഞാൻ എടുപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് പോരുന്നുണ്ട്. ഒത്തിരി പേർക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സാക്ഷ്യങ്ങളും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അത് കൃത്യമായിട്ട് ഒരിക്കലും മുടങ്ങാതെ ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാ ദിവസവും ഞാൻ ഒരു അക്രൈസ്തവയാണ്, എന്നാൽ പോലും എനിക്ക് ദിവ്യബലിയിൽ പങ്കുചേരാൻ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ജോലിയിൽ പോലും എന്നോട് ഞാൻ രാവിലെ കുർബാനയിൽ പങ്കെടുക്കാറുണ്ടെന്ന് പറഞ്ഞപ്പോൾ 6:30 ഡ്യൂട്ടിയിൽ കയറേണ്ട എന്നോട് കുഴപ്പമില്ല, അത് കഴിഞ്ഞിട്ട് വന്നാൽ മതിയെന്ന് പറയാനായിട്ട് അമ്മ മാതാവാണ് ആ മക്കളെ അതിനു വേണ്ടി ഒരുക്കിയതെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അമ്മ വഴി ഈശോ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഓരോ നിമിഷവും ഞങ്ങളെ പൊന്നുപോലെ പരിപാലിച്ച് കൊണ്ട് നടക്കുന്നതിനും ഈ നിമിഷം ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് ഇവിടെ ഇതുപോലെ വന്ന് നിൽക്കാനും ഇനി എൻ്റെ ജീവിത പങ്കാളിയായിട്ട് ഇതുപോലെ വന്ന് നിൽക്കണമെന്ന് ഞാൻ ഏറ്റവും കൂടുതലായിട്ട് അമ്മയുടെ മുമ്പിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം.